നമസ്കാരം പ്രിയമക്കളെ, നമ്മളിന്ന് മലയാളം കേരള പാഠാവലി ഭാഗം 1 അമ്മ എന്ന ചെറുകഥയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അമ്മ എന്ന ചെറുകഥ ഞാൻ നമ്മുടെ ചാനലിൽ വായിച്ചിട്ടിട്ടുണ്ട്. ആ വായന എല്ലാവരും കേൾക്കണം. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഞാൻ ഷെയർ ചെയ്തിരിക്കാം. അതെല്ലാവരും തീർച്ചയായും കേൾക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം. ഒരു ലിങ്കിലൂടെയാണ് നമ്മുടെ ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നേരത്തെ നമ്മളത് പറഞ്ഞു നിർത്തിയിരുന്നു. ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു. ഇങ്ങനെയാണ് ഈ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് ചണ്ടാല ഭിക്ഷുകി എന്ന ആ ചണ്ടാല കന്യകയ്ക്ക് ലഭിച്ച പരിഗണന അല്ലേ, അവളെ എത്രത്തോളം മാറ്റിയെന്ന് അല്ലേ. അവൾ ആ ജാതിഭ്രഷ്ടിൻ്റെ ആ ഒരു തരം താഴ്ത്തിയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അവൾ ഒരു ബുദ്ധഭിക്ഷുകിയായി മാറിയ ആ കഥ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ എന്തോ ഒന്ന് ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥയായിരിക്കണം അമ്മയും. അതിലേക്ക് നമുക്ക് വരാം. അതുമായിട്ട് നമുക്കിത് ആരാണ് എഴുതിയതെന്ന് അറിയണ്ടേ. ഇത് മാധവിക്കുട്ടിയുടെ തണുപ്പ് എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കഥയാണ്. അപ്പോൾ അമ്മ കഥാപാത്രമായ ഒരുപാട് കഥകൾ മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പുന്നയൂർ കുളത്ത് നാലപ്പാട്ട് കുടുംബത്തിലായിരുന്നു മാധവിക്കുട്ടിയുടെ ജനനം. VM നായരുടെയും കവയിത്രി ബാലാമണി അമ്മയുടെയും മകൾ. കൊൽക്കത്തയിലായിരുന്നു ബാല്യകാലം ചെലവഴിച്ചത്. ചെറുപ്പം മുതലേ വായനയോടും എഴുത്തിനോടും താല്പര്യം പ്രകടിപ്പിച്ച മാധവിക്കുട്ടിയുടെ ആദ്യകാല രചനകൾ ഇംഗ്ലീഷിലായിരുന്നു. 15-ാം വയസ്സിൽ മാധവദാസുമായി വിവാഹം നടന്നു. കമലാദാസ് എന്ന പേരും സ്വീകരിക്കുന്നത് ആ ഘട്ടത്തിലാണ്. കവിതകൾ, ചെറുകഥകൾ, നോവലെറ്റുകൾ, ഇങ്ങനെ സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും കഴിവ് തെളിയിച്ചു. സമ്മർ ഇൻ കൽക്കത്ത എന്ന കാവ്യസമാഹാരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്നാണ് ഗൗരവമായ സാഹിത്യരചനയിലേക്ക് കടക്കുന്നത്. കഥകളിലൂടെയാണ് മാധവിക്കുട്ടി കൂടുതൽ ശ്രദ്ധ നേടുന്നത്. സ്ത്രീ മനസ്സിൻ്റെ പല ഭാവതലങ്ങളെയും രഹസ്യങ്ങളെയും ആവിഷ്കരിക്കുന്നതിൽ മാധവിക്കുട്ടിയുടെ തൂലിക വിജയിച്ചു. യാഥാർത്ഥ്യവും കാൽപ്പനികതയും ഇടകലർന്ന രചനകളിലൂടെ സാഹിത്യ ഭാവുകത്വത്തെ പുതുക്കി പണിയുകയായിരുന്നു മാധവിക്കുട്ടി. 1973 പുറത്തിറങ്ങിയ ആത്മകഥയായ എൻ്റെ കഥ ഒരേ സമയം അവർക്ക് പ്രശസ്തിയും വിമർശനങ്ങളും നേടിക്കൊടുത്തു. എല്ലാ വിമർശനങ്ങളെയും സധൈര്യം നേരിട്ട് മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് മാധവിക്കുട്ടിയുടെ വ്യക്തിത്വത്തെ വേറിട്ടതാക്കുന്നത്. നഷ്ടപ്പെട്ട നീലാംബരി, ജാനുവമ്മ പറഞ്ഞ കഥ, കോലാട്, നെയ്പ്പായസം, ഉണ്ണി എന്ന കുട്ടി, മതിലുകൾ എന്നിവ മാധവിക്കുട്ടിയുടെ ചില കഥകളാണ്. നീർമാതളം പൂത്തകാലം, ബാല്യകാല സ്മരണകൾ, ഒറ്റയടിപ്പാത എന്നിവ ഓർമ്മക്കുറിപ്പുകളും, ചന്ദനമരങ്ങൾ, വണ്ടിക്കാളകൾ എന്നിവ നോവലെറ്റുകളുമാണ്. 2009 മെയ് 31 അന്തരിച്ചു. 2018 ഫെബ്രുവരി 1 ഗൂഗിൾ മാധവിക്കുട്ടിയോടുള്ള ആദര സൂചകമായി ഒരു ഡൂഡിൽ പുറത്തിറക്കുകയുണ്ടായി. മാധവിക്കുട്ടിയെ വായിക്കാതെ ഒരു തലമുറയും കടന്നു പോകുന്നില്ല എന്നതാണ് ഈ എഴുത്തുകാരിയുടെ പ്രസക്തിയെ കാലാതീതമായി നിലനിർത്തുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി ഓർക്കണം, മാധവിക്കുട്ടി ആരായിരുന്നു എന്നാ പറഞ്ഞേ? കവയിത്രി ബാലാമണി അമ്മയുടെ മകൾ. ബാലാമണി അമ്മ നാലപ്പാട്ട് നാരായണ മേനോൻ എന്ന വലിയ സാഹിത്യകാരൻ ബാലാമണി അമ്മയുടെ അമ്മാവനായിരുന്നു. അപ്പോൾ ഇത്രയുമൊക്കെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് അല്ലേ, എഴുത്തിൻ്റെ ആ ഒരു ലോകത്തേക്ക് എത്തിക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമേ എഴുത്തുകാരിയാകൂ അല്ലെങ്കിൽ എഴുത്തുകാരനാകൂ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ എനിക്കും ഇങ്ങനെ ആകാൻ പറ്റുമെന്നൊന്നുമില്ല. അത് നമ്മുടെ വായനയും അറിവും അല്ലേ, നമ്മുടെ എഴുതാനുള്ള കഴിവും അതിപ്പോൾ നമുക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടണമെന്നൊന്നുമില്ല അല്ലേ. നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾ വായിക്കുന്ന ഓരോ കൃതികളെയും കുറിച്ച് എഴുതി സൂക്ഷിക്കുക. നിങ്ങൾ പഠിക്കുന്ന കഥകളാണെങ്കിൽ അവയെ തിരക്കഥകളാക്കി മാറ്റുക.
ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതാണ് അല്ലേ. നിങ്ങൾക്കും സാധിക്കും, ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുമുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. മാധവിക്കുട്ടിയുടെ അമ്മ കഥകൾ ഒരു 3-4 നമുക്ക് നോക്കാം. കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, കോലാട് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്, നെയ്പായസം എന്നൊരു കഥയുണ്ട്, പിന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന അമ്മ എന്ന കഥയും. കീറിപ്പൊളിഞ്ഞ ചകലാസ് മാധവിക്കുട്ടിയുടെ ഒരു മികച്ച കഥകളിലൊന്നാണ്. ഡൽഹിയിൽ ജോലിക്കായി പോയ മകനെ കാത്തിരിക്കുന്ന ഒരമ്മ, കാത്തിരുന്ന് മകൻ്റെ ഒരു വിവരവുമില്ല അല്ലേ. മകളാണ്, ഭർത്താവ് മരിച്ചു പോയ മകളാണ് ഈ അമ്മയെ നോക്കുന്നത്. അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, മകനെ വിളിക്കാറുണ്ടോ, എന്നെ അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ മകൾ പറയും, അന്വേഷിക്കാറുണ്ട്, അമ്മയെ തിരക്കാറുണ്ട്, വിളിക്കാറുണ്ട് എന്നൊക്കെ കളവ് പറഞ്ഞ് ഇങ്ങനെ നാളുകൾ പിന്തുടർന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നു. ഒരിക്കൽ ഈ മകൻ ഇവിടേക്ക് വരുന്നു, നാട്ടിലേക്ക് വരുന്നു. ഒരിക്കലും അത് അമ്മയെ കാണാനല്ല, അവൻ്റെ ഭാഗം വിറ്റ് അത് അവൻ ഡൽഹിയിലെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ അമ്മ മകനെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പണ്ട് എൻ്റെ മകൻ ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോൾ, മകനോടാണ് പറയുന്നത്, എൻ്റെ മകൻ പഠിക്കാൻ പോയപ്പോൾ എനിക്കൊരു ചകലാസ്, അതായത് എനിക്കൊരു പുതപ്പ് കൊണ്ട് തന്നിരുന്നു. ആ പുതപ്പ് ഇപ്പോൾ ഏതാണ്ട് നശിച്ചു പോയിരിക്കുന്നു, എനിക്കൊരു ചുവന്ന പുതപ്പ് വേണം, അത് അവനോട് പറയണേ. ചുവപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അല്ലേ, നമുക്കറിയാതെ. അതുപോലെ തന്നെ പുതപ്പ് സംരക്ഷണത്തിൻ്റെയും കൂടെ പ്രതീകമാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും ഈ അമ്മ കൊതിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു കഥ. പിന്നെ നെയ്പായസം. തൻ്റെ മക്കൾക്ക് 3 കുട്ടികളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിൽ മറ്റാരും സഹായിക്കാനില്ലാതെ വീട്ടിലെ ജോലി മുഴുവനും തീർത്ത് അവർക്ക് വേണ്ടി ഉരുകിയില്ലാതെയായ നെയ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് തൻ്റെ മക്കൾക്കത് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ മരിച്ചുപോയ ഒരമ്മ. ആ അമ്മ തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഭർത്താവ് തിരിച്ചറിയുന്നു താൻ എത്രത്തോളം, അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചിരുന്നു, അവളെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്ന്. മരണത്തിന് ശേഷമാണ്, നമ്മളും അങ്ങനെയാണ് അല്ലേ. അമ്മമാർ എത്രത്തോളമൊക്കെ കഷ്ടപ്പെട്ടാലും അല്ലേ, എന്തെല്ലാം അനുഭവിച്ചാലും ചിലപ്പോഴൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് അനുസരണക്കേടും അങ്ങനെയുള്ള കൊച്ചു കുസൃതികളും ഒക്കെ കാണിച്ച് നമ്മളിതൊക്കെ മറക്കും അല്ലേ. ജീവനുള്ള കാലത്ത് അമ്മയെ സഹായിക്കുകയോ ഒന്നും ചെയ്യാതെ, പക്ഷേ ആ ഒരു വിടവ് നികത്താൻ മറ്റാർക്കും കഴിയില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിനൊന്നും നിൽക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കഥ നെയ്പായസം. പിന്നെ കോലാട് എന്ന് പറയുന്ന ഒരു കഥ. ആ കഥ അടുക്കളയിൽ ജീവിതം ഹോമിച്ച ഒരമ്മയുടേതാണ്. മക്കളുടെയും ഭർത്താവിൻ്റെയും സുഖസൗകര്യത്തിന് വേണ്ടി ജീവിച്ച അവരുടെ സൗന്ദര്യം നഷ്ടമായി പോയിരിക്കുന്നു. മക്കൾ ഒരിക്കൽ അമ്മയോട് പറയുകയുണ്ടായി, കോലാടിൻ്റെ രൂപമാണ് അമ്മയ്ക്കെന്ന്. ഇളയ മകൻ ഒരിക്കൽ ഒരു നെല്ലിക്ക കൊണ്ടു കൊടുത്തത് സ്നേഹത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, പക്ഷേ അവനോടൊപ്പം സ്കൂളിലേക്ക് ചെല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ സൗന്ദര്യമില്ലായ്മ അവന് കുറച്ചിലാണെന്ന് പറയുന്ന മകൻ. ഇതൊക്കെ ഒരമ്മയെ എത്രയും വേദനിപ്പിക്കുന്നു എന്ന് ആരും ചിന്തിക്കുന്നേയില്ല അല്ലേ. അപ്പോൾ സ്ത്രീപക്ഷവാദികളും അല്ലേ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നവരുമൊക്കെ ഇങ്ങനെയൊക്കെ എരിഞ്ഞടങ്ങുന്ന എത്രയോ സ്ത്രീകളുടെ ജീവിതങ്ങളുണ്ട് അല്ലേ. നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ അമ്മയെ അല്ലേ സഹായിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നിൽക്കുമ്പോഴും ഖലീൽ ജിബ്രാൻ അമ്മയെപ്പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. മനുഷ്യവംശത്തിൻ്റെ ചുണ്ടിൽ വിളങ്ങുന്ന ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. ഏറ്റവും ചേതോഹരമായ വിളിയാകട്ടെ അമ്മേ എന്നുള്ളതും. സ്നേഹവും പ്രത്യാശയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണത്. ദുഃഖത്തിൻ്റെ സാന്ത്വനമാണമ്മ. ദുരിതത്തിലെ പ്രത്യാശയും ദൗർബല്യത്തിൽ കരുത്തുമാണവൾ. പ്രകൃതിയിലെ ഓരോന്നും അമ്മയുടെ ഭാഷയിൽ സംസാരിക്കുന്നു. സൂര്യൻ ഭൂമിയുടെ അമ്മയാണ്. ഭൂമിക്കത് ഹൃദയം കൊണ്ട് പോഷണം നൽകുന്നു. ഭൂമി മരങ്ങളുടെയും പൂക്കളുടെയും അമ്മയാണ്. ഭൂമി അവരെ സൃഷ്ടിക്കുന്നു, പരിപാലിച്ചു വളർത്തുന്നു, അതിനുശേഷം സ്വതന്ത്രരാക്കുന്നു. മരങ്ങളും പൂക്കളുമാകട്ടെ ഫലങ്ങളുടെയും വിത്തുകളുടെയും കരുണാമയികളായ അമ്മമാരാകുന്നു. അമ്മ സമസ്ത അസ്തിത്വങ്ങളുടെയും ആദിരൂപമാണ്. സൗന്ദര്യവും സ്നേഹവും നിറഞ്ഞ അനന്ത ചൈതന്യമാണമ്മ. ഇവയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. പിന്നെ ബഷീറിൻ്റെ അമ്മ എന്ന കഥയുണ്ട്.
ചെറുപ്പത്തിൽ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ബഷീറിനെ കാത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന ഒരമ്മ അല്ലേ? നോക്കൂ, പോയവൻ പോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അമ്മയ്ക്ക്. പക്ഷേ ഒടുവിൽ ബഷീർ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിശയത്തോടെ ബഷീർ ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെ അറിഞ്ഞു, ഉമ്മ എങ്ങനെ അറിഞ്ഞു ഞാനിപ്പോൾ തിരിച്ചെത്തുമെന്ന്? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതാ അമ്മയുടെ സ്നേഹം അല്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാൻ. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്തിടെ നമ്മൾ എത്രയോ ന്യൂസുകൾ കണ്ടു. തെരുവിലേക്ക് മക്കളെ വലിച്ചെറിയുന്ന അമ്മമാർ. സാഹചര്യങ്ങൾ കൊണ്ടാകാം എങ്കിലും സ്വന്തം മക്കളെ വലിച്ചെറിയുന്ന അമ്മമാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അമ്മമാരുടെ സ്നേഹം തിരിച്ചറിയുക, അവരെ തിരിച്ച് സ്നേഹിക്കുക. നമുക്ക് അമ്മയിലേക്ക് വരാം. ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതെല്ലാവരും കേൾക്കണേ. 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത മെഴ്സിഡസ് കാർ തള്ളിയിട്ടു. അവർക്ക് തൻ്റെ വലത്തേ കാല് ചതഞ്ഞുവെന്ന് തോന്നി. പക്ഷേ അയ്യോ എന്ന് നിലവിളിക്കുവാൻ കൂടി നാവുയർന്നില്ല. വേദന അവരെ അത്ര കണ്ട് മരവിപ്പിച്ചിരുന്നു. നോക്കണേ, 20 പൈസയ്ക്ക് പച്ചക്കറി മേടിക്കാനായിട്ട് പോകുന്ന ഒരു വൃദ്ധയായ സ്ത്രീയാണ്. അവർ 20 പൈസയ്ക്ക് പച്ചക്കറി വാങ്ങാൻ പോകുന്നു. ഒരുപാട് പൈസയൊന്നുമില്ല. ഇപ്പോഴത്തെ 20 പൈസയല്ല, അന്നത്തെ 20 പൈസ, അത് ഓർമ്മ വേണം. അപ്പോൾ ആ 20 പൈസയുമായിട്ട് പച്ചക്കറി വാങ്ങാൻ പോയി. പെട്ടെന്ന് അവിടുന്ന് ഒരു മെഴ്സിഡസ് കാർ, ഒരു ബിലാത്തി കാർ അവരുടെ തള്ളിയിടുന്നു, ഇടിച്ചവിടെ ഇട്ടിട്ട് പോയി. മനുഷ്യത്വം നഷ്ടപ്പെട്ട ആളുകളെ ആദ്യമേ തന്നെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇടിച്ചിട്ടിട്ട് പോയി. എന്താ പിന്നെ സംഭവിച്ചതെന്ന് നോക്കുക. അയ്യോ എന്ന് നിലവിളിക്കാൻ കൂടെ നാവുയർന്നില്ല. അത്രയ്ക്ക് വേദന കൊണ്ട് മരവിച്ചു പോയി അവർ. കാർ ഒരു സീൽക്കാരത്തോടെ നല്ല സ്പീഡിൽ ധൃതിയിൽ അങ്ങ് ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെ പോലെ അങ്ങനെ കൊഴിഞ്ഞു കിടന്നു. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. നോക്കണേ, വൃദ്ധയുടെ അവസ്ഥ. തെരുവിലെ ഒരു പൊളിഞ്ഞ പാവയെ പോലെ കൊഴിഞ്ഞു കിടന്നു എന്നാണ് കഥാകാരി പറയുന്നത്. ഒരു പ്രയോഗം ശ്രദ്ധിച്ച്, പൊളിഞ്ഞ പാവയെ പോലെ. പൊളിഞ്ഞ പാവകളെ കൊണ്ട് പിന്നെ നിങ്ങൾ കളിക്കാറുണ്ടോ? കുറച്ചൊക്കെ തുന്നി നോക്കും, പക്ഷെ ഒത്തിരി പൊളിഞ്ഞു പോയാൽ പിന്നെ അതിനെ വലിച്ചെറിയും. അനാഥത്വം, പിന്നെ അതിനെ ആർക്കും വേണ്ട അല്ലേ? അതാ ഈ അമ്മയെയും ഇടിച്ചു വീഴ്ത്തി പോയി ഒരു കാറിനറിയാം ഇവർക്ക് ആരുമില്ല, ഇവരോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. അതും ഇടിച്ചു വീഴ്ത്തിയിട്ട് പോയി. ഇവരുടെ കിടത്തയോ ഒരു പൊളിഞ്ഞ പാവയെ പോലെ ആ അമ്മ കിടക്കുക കേട്ടോ. അങ്ങനെ കൊഴിഞ്ഞ് കിടക്കുക. കൊഴിഞ്ഞു പോയതാ. കൊഴിഞ്ഞ് വീണ ഇലകളെ കൊണ്ട് പിന്നെ വല്ല ഇതുണ്ടോ? വീണ പൂവ് നമ്മൾ കേട്ടിട്ടില്ലയോ? ഉന്നതങ്ങളിലായിരിക്കുമ്പോൾ ശോഭിച്ചിരുന്ന പൂവ് താഴേക്ക് വീണാൽ തീർന്നു. കൊഴിഞ്ഞു വീണുപോയാൽ പിന്നെ അതിനെക്കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആ ഒരവസ്ഥയിലാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ആരാലും സഹായിക്കപ്പെടാനില്ലാത്ത ഒരമ്മയാണെന്ന് ഈ വാക്കുകളിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. വേദന എല്ലാ അവയവങ്ങളെയും മരവിപ്പിച്ചിരുന്നു. എങ്കിലും ഇപ്പോഴും ഒരു കൊഴുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ കണ്ണുകൾക്ക് മരവിച്ചു ഉണ്ടായിരുന്നില്ല. നോക്കണേ, ആ കണ്ണുകൾക്ക് മരവിച്ചു ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ കണ്ണുകൾ എപ്പോഴും ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയോ തേടുകയോ ചെയ്യുന്നുണ്ടായിരുന്നിരിക്കണം അല്ലേ? ഒരു കൊഴുത്ത വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. എപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. അല്ലാതെ ഇപ്പോൾ ഇടിച്ചതുകൊണ്ടോ മരവിച്ചുകൊണ്ടോ മാത്രമൊന്നുമല്ല, ആ വേദന കൊണ്ടോ അല്ല. എപ്പോഴും ആ കണ്ണുകൾ അങ്ങനെ തന്നെയായിരുന്നു. കൊഴുത്ത ദ്രാവകം എപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. ആരെയൊക്കെയോ ഓർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്ന ഒരു ജന്മമായിരുന്നു ആ അമ്മയുടേത്. വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വളർന്നു വികസിച്ചു വരുന്നത് അവർ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം ഇങ്ങനെ വളർന്നു വരുന്നു. ഡിസൈൻ വല്ലതും ആണോ അത്? അല്ല, രക്തമൊഴുകിയ വലിയൊരു പാടാ അത്. തൻ്റെ സൈക്കിൾ നിർത്തി ഒരു പാൽക്കാരൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ? അയാൾ ചോദിച്ചു. ഈ കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് ഒരു സൈക്കിൾക്കാരൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു. അയാളത് നിർത്തി പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ആ സ്ത്രീയോട് അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി അമ്മേ? അപ്പോൾ എപ്പോഴും കാണുന്ന കാഴ്ചയാണോ അത്? ഒരു ആക്സിഡൻ്റൊക്കെ നടന്നാൽ എത്ര പേരുണ്ടാവും ഇങ്ങനെ ഓടി ചെല്ലുന്നവർ? മറിച്ച് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അന്നത്തെ പോലെ അല്ലല്ലോ അല്ലേ? നല്ല കൂടിയ ഫോണുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തി ഏറ്റവും മുമ്പേ ഇത് പങ്കുവയ്ക്കാനാണ് നമ്മൾ
ആഗ്രഹിക്കുന്നു, നോക്കി നിൽക്കും ഇല്ലേ? അവരുടെ ഓരോ വേദനയും ചലനങ്ങളും മരണത്തിലേക്കുള്ള അവരുടെ പോക്കും നമ്മളിങ്ങനെ വീഡിയോയിലാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മനസാക്ഷി മരവിച്ച ഒരു സമൂഹത്തെ നമുക്ക് പലപ്പോഴും കാണുന്നത്. ഇവിടെ ഇപ്പോൾ സൈക്കിൾക്കാരൻ ഓടിച്ചെന്നു, എന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി അമ്മേ? ആ വൃദ്ധയെ കാറ് തട്ടിയിടുന്നത് അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അമ്മേ എന്ന ആ വിളി കേട്ടപ്പോൾ വൃദ്ധയ്ക്ക് കുറച്ച് ശക്തി ലഭിച്ചതുപോലെ തോന്നി. കുറച്ച് കൊല്ലങ്ങളായി അവരെ ആരും അങ്ങനെ വിളിക്കാറില്ല. 5 or 6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു. അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു ഇല്ലേ? എനിക്ക് അന്ന് സ്നേഹിക്കപ്പെടാൻ ആളുകളുണ്ടായിരുന്നു, എൻ്റെ മക്കളുണ്ടായിരുന്നു. അവർ ജോലി തേടി വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മേ അമ്മേ എന്ന് പലപ്പോഴും അവരെന്നെ എപ്പോഴും എന്നെ അവർ വിളിച്ചിരുന്നു. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആ ഒരു വിളി കേൾക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് പരിഗണന അല്ലേ? അത് ലഭിക്കാതെ പോകുന്ന അമ്മമാരുടെ പ്രതിനിധിയാണ് ഈ അമ്മയും. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു തൻ്റെ കൈകൾ കൊണ്ട്, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യാൻ ബാക്കി ഒന്നുമില്ലെന്ന സ്ഥിതിയായി. മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിടുകയും ചെയ്തു. ഞാൻ എത്രയോ തുണികൾ അലക്കി കൊടുത്തു അവർക്ക് അല്ലേ? അതൊക്കെ എൻ്റെ കടമയായിരുന്നു, അതുപോലെയാണ് ഞാൻ ചെയ്തത്. എത്ര ആഹാരം കൊടുത്തവരെ ഞാൻ ഊട്ടി. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ അവർ ഭാര്യമാരോടുമൊത്ത് രാജ്യം വിടുകയും ചെയ്തു. അത് അമ്മയുടെ അവസ്ഥ. ഇപ്പം നമ്മൾ ഒന്നും കൂടെ ചിന്തിച്ചാൽ അമ്മായി ആകുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പലപ്പോഴും അല്ലേ? അങ്ങനെ നല്ല നല്ല അമ്മമാർ സ്വന്തം മക്കളെ പോലെ തന്നെ മരുമക്കളെ സ്നേഹിക്കുന്ന അമ്മമാരും ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട അല്ലേ? പക്ഷേ ഏറിയ പങ്കും മക്കൾ വേറെ മരുമക്കൾ വേറെ, മറ്റൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായി സ്വീകരിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ടാവും അല്ലേ? അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം അല്ലേ? തിരിച്ച് ഈ അമ്മയായി കാണാൻ സാധിക്കാത്തവരും ലോകത്തിലുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു, ഇട്ടിട്ട് പോകുന്നു. ഈ രണ്ടുപേരുടെ ഇടയിൽ തകരുന്ന ചില മക്കളുമുണ്ട്. അമ്മയുടെ ഒപ്പം നിൽക്കണോ, സ്വന്തം ഭാര്യയോടൊപ്പം നിൽക്കണോ? രണ്ടുപേരെയും സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ സംരക്ഷിക്കുന്നവരുമുണ്ട്, അവരെ ഉപേക്ഷിച്ച് പോകുന്നവരും ഉണ്ട്. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പാൽക്കാരൻ അവരുടെ നേർക്ക് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? ഇപ്പോൾ എനിക്കൊന്നും കേട്ടില്ലല്ലോ, മനസ്സിലായില്ലല്ലോ. എന്തൊക്കെയോ അമ്മ പുറകുറുക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. സാവധാനത്തിൽ അവരെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒലിച്ചുകൊണ്ടിരിക്കുക. ചൂടുള്ള ചുവപ്പുള്ള ചോര. ചോരയ്ക്ക് നരയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഈ സ്ത്രീക്ക് നടക്കാൻ വയ്യ, പക്ഷേ രക്തമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ? അതിന് നര ബാധിച്ചിട്ടില്ല അല്ലേ? നരച്ചു പോയി, അതുകൊണ്ട് പതുക്കെ ഒഴുകുകയുള്ളൂ. ശരീരം മുറിഞ്ഞാൽ പതുക്കെ ഒഴുകുകയുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. നരബാധിച്ച സ്ത്രീയാണ്, വാർദ്ധക്യത്തിലെത്തിയ സ്ത്രീയാണ്, അതുകൊണ്ട് രക്തത്തിന് ചുവപ്പ് ഇല്ലായ്മ ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരേ ചോരയാണ് അല്ലേ? ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോരയാണ്. അതിന് വാർദ്ധക്യ ലക്ഷണവുമില്ല, നരയുമില്ല. കൂടുകൂടെ അങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് രക്തം. വാർദ്ധക്യം പറഞ്ഞു മനസ്സിലായില്ലേ? വാർദ്ധക്യത്തിലായിപ്പോയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നടത്തം പതുക്കെയാകാം, പക്ഷേ രക്തമോ മുറിഞ്ഞു കഴിഞ്ഞാൽ പടേന്ന് ഒഴുകിക്കോളും. അവിടെ അതിന് വാർദ്ധക്യമൊന്നുമില്ല, യൗവനത്തിലാണ് എല്ലാവരുടെയും രക്തം പടപടാന്ന് ഒഴുകിക്കോളും. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു അല്ലേ? മഹസർ എഴുതാനായിരിക്കണം. പുള്ളിക്കാരൻ അവിടേക്ക് വന്നു. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, പോലീസിനെ ഇൻഫോം ചെയ്തിട്ട് മാത്രമേ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കൂ. അപ്പോഴത്തേക്കും പകുതി ജീവനും നഷ്ടപ്പെട്ടിരിക്കും. പലപ്പോഴും പലരും തയ്യാറാകാത്തത് അതുകൊണ്ടും കൂടെയാണ്. ഇവരെ രക്ഷിച്ച് കൊണ്ടു ചെല്ലുകയാണെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് നടന്ന് അവരെ രക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൊണ്ടു ചെന്ന ആൾ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും, അയാൾ ചെയ്തതാണെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറിയപ്പോഴാണല്ലേ നമ്മൾ നാടുതോറും CCTV ഒക്കെ ആയതോടെ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അല്ലേ? അങ്ങനെയൊക്കെയാണ് ആ രീതികൾ മാറിക്കിട്ടിയത്. ഇവിടെ പെട്ടെന്നൊരു പോലീസുകാരൻ വന്നു, എന്നിട്ട് ചോദിച്ചു, താനാണോ ഇവരെ തട്ടി വീഴ്ത്തിയത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. പാൽക്കാരൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യമാവുന്നത്. എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് തട്ടിയിട്ടത്, അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാൻ എന്തിനീ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? എന്താ? എനിക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ എന്തിനാണ് ഇവരെ തട്ടിയിടുന്നത്? ഒരു ബിലാത്തിക്കാർ ഇതിലെ പാഞ്ഞു പോയി, ഒരു കറുത്ത ബിലാത്തിക്കാർ, അതാ ചെയ്തത്. ഇത് പാശ്ചാത്യ ദേശത്ത് നിന്ന്, ബിലാത്തി നിന്ന് പാശ്ചാത്യ ദേശമാണ്, അവിടുന്ന് കൊണ്ടുവന്നൊരു കാറാ തട്ടിയിട്ടിട്ട് പോയത്, അല്ല ഞാനൊന്നും അല്ല. ശരി
എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പോലീസുകാരൻ പുള്ളി അദ്ദേഹത്തിൻ്റെ കടമകൾ ചെയ്യുക. താങ്കളാണ് ദൃക്സാക്ഷി, ഉറപ്പിച്ചു. പറയൂ, എന്താ പേര്? എഴുതിയെടുക്കാൻ തുടങ്ങും. ചോരേൽപ്പിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീ അല്ലേ? എൻ്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛൻ്റെ പേരോ? അച്ഛൻ്റെ പേര് മോത്തിറാം. തൻ്റെ സ്വദേശം എവിടെയാ? അത് ഇമാംഗഞ്ചിലാണ്. ഇമാംഗഞ്ച് അതെവിടെ കിടക്കുന്നു? അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചു പാൽക്കാരൻ്റെ. അയാൾ പറയുക, ഇത് എന്തൊരു ഭ്രാന്താ. പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു, ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്ക് അറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ. വൃദ്ധ അവലാതിപ്പെട്ടു. ഇത്രയായപ്പോഴത്തേക്ക് വൃദ്ധ കരയാൻ തുടങ്ങി. ഇവരെ വല്ല ഡോക്ടറുടെ അടുത്ത് എത്തിക്കട്ടെ, എന്നിട്ടാവാൻ തൻ്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ഇതൊന്നും കാണുന്നില്ലേ? ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്നത് കാണാനില്ലേ? ഇവരെ ഞാനൊരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കട്ടെ ആദ്യം, പിന്നെ ആകാം തൻ്റെ ചോദ്യവും പറച്ചിലും ഒക്കെ. ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു വരത്തുള്ളൂ. ഈ കേസ് റിപ്പോർട്ട് ചെയ്യണ്ടേ? റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരമ്മയില്ലേ? ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരവിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം? മാറി നിൽക്കിൻ, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. പോലീസുകാരനോടുള്ള ബഹുമാനമൊക്കെ പാൽക്കാരൻ അങ്ങ് മറന്നു അല്ലേ? സഹജീവിയോട് കരുണയും സ്നേഹവും ഉള്ളവനാണ് പാൽക്കാരൻ. അയാൾക്കിപ്പോൾ ആ അമ്മയുടെ ജീവനാണ്. ആ ചോര വാർന്നൊഴുകുന്ന ആ അമ്മയാണ് അയാൾക്കിപ്പോൾ വലുത്. പോലീസുകാരനെ മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങോട്ട്. തങ്ങളുടെ ഒരു റിപ്പോർട്ട് ഞാൻ ആദ്യം കൊണ്ടുപോയി ഈ ചോര വാർന്നൊഴുകുന്ന ഈ സ്ത്രീയെ രക്ഷിക്കട്ടെ, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക, പിന്നാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ടാക്സി വിളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ. വൃദ്ധ അവലാതിപ്പെട്ടു. പാൽക്കാരനൊരു ടാക്സി നിർത്തി. അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്ത് വെച്ചു. അത് വളരെ സൂക്ഷ്മതയോടെ ആ വൃദ്ധയെ താങ്ങിയെടുത്ത് പാൽക്കാരനൊരു ടാക്സിയിലേക്ക് വെച്ചു. ടാക്സി നിർത്തിക്കൊടുത്തു. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റ് കാണുമ്പോൾ നമ്മൾ നിർത്താറില്ല അല്ലേ? നമുക്കിനി പുലിവാലാകണ്ടെന്ന് വിചാരിച്ചിട്ട് മനസാക്ഷി മരവിച്ച് നമ്മൾ പാഞ്ഞു പോയേക്കാം. പക്ഷേ ഇവിടെ ഒരു ഡ്രൈവർ ഇവിടെ കൊണ്ട് നിർത്തി പാൽക്കാരൻ അവരെ അകത്തേക്ക് എടുത്ത് കയറ്റി. ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, കാലിൽ നിന്ന് ചോര ഒലിക്കുന്നത് നിർത്തട്ടെ, 1/4 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ടാക്സി ഡ്രൈവർ ചോദിക്കുവാണേ, ഇത് നിങ്ങളുടെ അമ്മയാണോ? എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ്. ഒരു കറുത്ത ബിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു. എനിക്ക് പലയിടത്തും പാലെത്തിക്കണം. നിങ്ങൾക്ക് ഞാൻ പണം തരാം. ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാമോ? ഇദ്ദേഹത്തിൻ്റെ ഈ കരുതലും സ്നേഹവും ഒക്കെ കണ്ടിട്ട് സ്വന്തം അമ്മയാണെന്ന്, പാൽക്കാരൻ്റെ അമ്മയാണെന്ന് ഡ്രൈവർ വിചാരിക്കുന്നു. ഡ്രൈവർ ചോദിച്ചു, നിങ്ങളുടെ അമ്മയാണോ ഇത്? ഇത് എൻ്റെ അമ്മയൊന്നുമല്ല. ഇതുവഴി പോയൊരു ബില്ലാത്തിക്കാർ, ഒരു കറുത്ത ബില്ലാത്തിക്കാർ പാവത്തിനെ തട്ടിയിട്ടതാ. ഇവർ ആകെപ്പാടെ വല്ലഞ്ഞിരിക്കുക. എനിക്കാണെങ്കിലോ പാൽ എല്ലായിടവും എത്തിക്കുകയും വേണം. ഞാൻ പൈസ തരാം, നിങ്ങൾ ഇവരെ ഒന്ന് കൊണ്ടുപോകുമോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ? പണമൊന്നും വേണ്ട, ഞാൻ എത്തിക്കാം. നല്ല മനുഷ്യൻ ആ ടാക്സി ഡ്രൈവർ പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ രണ്ടാമത്തെ മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഡോക്ടറുടെ മുറിയിലേക്ക് താങ്ങിയെടുത്തുകൊണ്ടാണ് അയാൾ ആ വൃദ്ധയെ കൊണ്ടുചെന്നത്. എന്തു പറ്റി? ഡോക്ടർ ചോദിച്ചു. ഇവരെ ഒരു ബിലാത്തിക്കാർ വീഴ്ത്തിയിട്ടു, ഡ്രൈവർ പറഞ്ഞു. കാലിന്മേൽ ചതവ് പറ്റിയിരിക്കുന്നു. ഇവിടെ കിടക്കൂ അമ്മേ. ഡോക്ടർ ആ വൃദ്ധയെ കട്ടിലിൽ പിടിച്ചു കിടത്തി. വളരെ സ്നേഹമുള്ള ഡോക്ടറല്ലേ? എവിടുന്ന് കൊണ്ടുവരുന്നത്? എനിക്ക് പറ്റത്തില്ല. പോലീസ് റിപ്പോർട്ട് ചെയ്തോ? എന്നൊന്നും അല്ല ചോദിച്ചത് ആദ്യം. ഇവരെ ഇങ്ങോട്ടേക്ക് കിടത്തു അമ്മേ, ഇങ്ങോട്ടേക്ക് കിടത്തു എന്ന്. ഇവിടെ കിടക്കൂ അമ്മേ എന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും അമ്മേ എന്ന വിളി. വൃദ്ധ കണ്ണുകൾ മിഴിച്ചു, ചുറ്റും നോക്കി. ഡോക്ടർ ആ മുറിഞ്ഞ കാല് പരിശോധിക്കുകയായിരുന്നു. അമ്മേ എന്ന വിളി കേട്ടിട്ട് വൃദ്ധ ചുറ്റും നോക്കുകയാണ്. അപ്പോൾ തനിക്ക് പരിചിതമായ ഒരു വിളി പോലെ, മറ്റാരോ തന്നെ വിളിക്കുന്നത് പോലെ. ഡോക്ടറാണെന്നൊന്നും അപ്പോൾ ആ ഒരു മരവിപ്പിൽ അറിയുന്നില്ലായിരിക്കാം. ചുറ്റും നോക്കുകയാണ്. താൻ എപ്പോഴും തിരയുന്ന, തൻ്റെ ചുറ്റും താൻ എപ്പോഴും തിരയുന്ന മുഖങ്ങളാണോ തന്നെ ഈ വിളിക്കുന്നതെന്ന്, തൻ്റെ മക്കളാണോ എന്നായിരിക്കാം അമ്മ നോക്കുന്നത്. വീണ്ടും സ്നേഹത്തോട് ചോദിക്കുക, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യം പണ്ടൊരിക്കലും താൻ കേട്ടുവല്ലോ. വൃദ്ധ ആലോചിച്ചു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടക്കുമ്പോൾ തൻ്റെ കൊച്ചുമകൻ, ഏറ്റവും ഇളയ മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടുകയാണ് അവർ. നോക്കണേ, ഇതേ ചോദ്യം, അമ്മയ്ക്ക് വേദനിക്കുന്നു എന്ന ചോദ്യം പണ്ട് എപ്പോഴോ കേട്ട് മറന്നതുപോലെ. അത് ശരിയാ, എൻ്റെ ഇളയ മകൻ പണ്ട്
താൻ തലവേദനിച്ച് കിടന്നപ്പോൾ സങ്കടപ്പെട്ട് കണ്ണ് നനച്ച് അവൻ വന്ന് എന്നോട് ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യം വീണ്ടും കേട്ടു. പക്ഷെ അവനെ ഞാനിപ്പോൾ കണ്ടിട്ട് എത്ര കാലമായി. എന്ത് സ്നേഹത്തോടെയാണ് അന്ന് അവൻ എന്നെ പരിപാലിച്ചിരുന്നത് അല്ലേ. ഇപ്പോഴും നിങ്ങളും ഇങ്ങനെയാണ്. നിങ്ങളും ഇപ്പോൾ പറയുമോ അമ്മ എനിക്ക് പൊന്നാണ്, കണ്ണാണ്, ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാവും, അമ്മയെ ഞാൻ നോക്കും, അങ്ങനെയും ഇങ്ങനെയും എല്ലാം പറയും. പക്ഷേ ഒരു കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ അങ്ങ് മറക്കും അല്ലേ. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് പോലും സംശയിക്കുന്നു. എന്താ പിറുപിറുക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. വേദനിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ സമാധാനമാക്കി തരാം. അയാൾ ചോര കഴുകി തുടച്ച് ആ മുറിവ് കെട്ടി. എവിടെയാണ് താമസിക്കുന്നത്? അയാൾ ചോദിച്ചു. എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട്? ടാക്സി ഡ്രൈവർ ചോദിച്ചു. പഹാഡ്ഗഞ്ച്. അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ? ഡോക്ടർ ചോദിച്ചു. വൃദ്ധ തല ഉലുക്കിയുണ്ട്. ഞാൻ അവരെ വിളിപ്പിക്കണോ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, എനിക്കൊക്കെ മാറി, വൃദ്ധ പറഞ്ഞു. അവരെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? നേരത്തെ വൃദ്ധയുടെ മുറിവുറപ്പിൽ നമ്മൾക്കറിയാം ഈ മക്കൾ ആരും ഇപ്പോൾ കൂടെയില്ല. പക്ഷെ ഇവർ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? എൻ്റെ കൂടെ തന്നെ ഇവരുണ്ട്, എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട്. എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അവരെ വിളിക്കണ്ട, അവരെ വിഷമിപ്പിക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കണേ, എന്ത് നല്ല അമ്മയാണ്. ഈ കുറ്റങ്ങളൊന്നും മറ്റുള്ളവരറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ഒരിക്കലും ഈ അമ്മ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വേണ്ട, അവരെയൊക്കെ അറിയിക്കേണ്ട കേട്ടോ, എനിക്കൊക്കെ മാറി, ഞാനങ്ങ് പൊക്കോളാം. ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ? ഡോക്ടർ ചോദിക്കുക. എവിടെ കിട്ടും ഇങ്ങനൊരു ഡോക്ടറെ അല്ലേ? വേണ്ട, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാം, ടാക്സി ഡ്രൈവർ പറഞ്ഞു. അയാൾ അവരെ വീണ്ടും താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി. വെണ്ടയ്ക്കൊക്കെ പോയി. വൃദ്ധ വെറുത്തു. പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിൻ്റെ മുമ്പിൽ കാർ നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു. അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എൻ്റെ വേദന മാറി, ഞാൻ തന്നെ പൊയ്ക്കോളാം. അപ്പോൾ ഇവരുടെ സ്ഥലം എവിടെയാണെന്നാണ് പറഞ്ഞത്? പഹാഡ്ഗഞ്ച്. അവിടെ എത്തി. അവിടെ കാറ് നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടേ പോകത്തുള്ളൂ കേട്ടോ, മക്കളുടെ അടുത്ത് എത്തിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ അമ്മേ. പക്ഷെ പറഞ്ഞു, വേണ്ട മോനെ, നീ ബുദ്ധിമുട്ടണ്ട, അവരിതൊക്കെ കണ്ടിട്ട് ആകെ പേടിക്കും, എന്തിനാ, വേണ്ട, ഞാനങ്ങ് പൊക്കോളാം. അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരടിൽ തൂങ്ങിക്കിടന്ന ഒരു താക്കോല് കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കടന്നു. ടാക്സി ഡ്രൈവർ മടങ്ങിപ്പോയി. വൃദ്ധ മുറിയിൽ കണ്ണോടിച്ചു. അയ്യോ, വെള്ളം എടുക്കാൻ മറന്നുപോയല്ലോ. പച്ചക്കറിയും ഇല്ല, വെള്ളവും ഇല്ല. ഇന്ന് തനിക്ക് പട്ടിണിയാണല്ലോ. അവർ വെറും നിലത്ത് ഒരു പായ കൂടി വിരിക്കാൻ മെനക്കെടാതെ കിടന്നു. നോക്കണേ, ചുറ്റും നോക്കിയാൽ അല്പം വെള്ളമെങ്കിലും കുടിക്കാൻ. ഈ പച്ചക്കറി കൊണ്ടുവന്നിട്ട് വേണമായിരുന്നു ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ. വെള്ളം പോലും ഇല്ല, ഒന്നുമില്ലല്ലോ ഇവിടെ. ആകെപ്പാടെ വിഷമത്തിലായി. അവർ എന്ത് ചെയ്തു? ഒരു പായ പോലും വിരിക്കാതെ വെറും നിലത്ത് കിടന്നു. എങ്ങനെയാ കിടന്നത്? കഥാകാരി പറയുന്നത് ഇങ്ങനെയാ. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കലർന്ന ഒരു കൊഴുത്ത വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നു. നോക്കണേ, ആരോരുമില്ലാതെ ഏകയായി ആ തിണ്ണയിൽ അല്ലെ ആ വീടിൻ്റെ തറയിൽ ഒരു പായ പോലും വിരിക്കാതെ അവർ കിടന്നു. അവർക്ക് ഭരിക്കാൻ സാധിക്കുന്നില്ല ആയിരിക്കാം. ഒരു പക്ഷേ അവരുടെ ദുഃഖം അവരുടെ കണ്ണ് നനയിച്ചു. ആ കണ്ണിലൂടെ ഇങ്ങനെ ധാരധാരയെ ഒഴുകുന്ന കണ്ണീർ ഒരു പക്ഷേ കാഴ്ചയെ അവരെ കാഴ്ച മറച്ച് കാണാം. വിശപ്പും ദാഹവും തളർത്തിയിട്ടുണ്ട്. ഒന്നും നോക്കാതെ കിടന്നു. ആ കിടപ്പ് എങ്ങനെയാ? മണ്ണിൽ നിന്നും പിടിപിടിച്ചൊരു മരം ഇങ്ങനെ വേരുകൾ മേൽപോട്ടുയർന്ന് കിടക്കുന്നത് പോലെ. എല്ലാം നഷ്ടപ്പെട്ട് അല്ലേ? ആ മരത്തിന് ഇനി ആയുസ്സില്ല, കഴിഞ്ഞു അല്ലേ? ആ മരം വലിയൊരു മരം, എല്ലാവർക്കും താങ്ങും തണലും തണുപ്പും വായുവും എല്ലാം കൊടുത്തിരുന്ന, ഫലങ്ങളും ഒക്കെ കൊടുത്തിരുന്ന ഒരു മരം പിടിവിട്ട് ഭൂമിയിൽ നിന്നും ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ വേരുകൾ മേലോട്ടുയർന്നു നിൽക്കും അല്ലേ? ആലോചിച്ചൂടെ? അങ്ങനെ ആ ഒരു കിടപ്പ്, എല്ലാം നഷ്ടപ്പെട്ട അനാഥത്വം പേറി ഇനി ജീവിതമില്ല, മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രം. ആ ഒരവസ്ഥയിൽ നിശ്ചലയായി കിടക്കുകയാണ് അമ്മ. ഒരു കൊഴുത്ത വെള്ളം കണ്ണീരും കലർന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട് കണ്ണിലൂടെ. താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവർ തന്നെത്താൻ പറഞ്ഞു. എത്ര തുണികൾ അലക്കി കഴിഞ്ഞു, എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടി, എത്ര തവണ ഉറക്കമൊഴിച്ചിരുന്നു കുട്ടികളെ ശുശ്രൂഷിച്ചു.
ഇപ്പോൾ അവരെല്ലാം വളർന്ന് അച്ഛന്മാരായി. ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരാവശ്യമില്ലാതായി. കറുത്തകാരന് അതറിയാമായിരുന്നു. കറുപ്പ് എന്ന് പറയുന്നത് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ മരണത്തിൻ്റെ പ്രതീകമായി കറുപ്പിനെ പറയും. കാറിനും അതറിയാമായിരുന്നു അത്രേ. കാറിനും അറിയാം ഇടിച്ചിട്ടാലൊന്നും പ്രയോജനമില്ലാത്ത, ആരും ചോദിക്കാനും വരത്തില്ല, ഇവർ മരണത്തിന് കീഴടങ്ങേണ്ടവരുമാണെന്ന് കാറിന് പോലും തോന്നി. ആ ഒരു അനാഥത്വം ആ കാറിന് പോലും തോന്നി അല്ലേ? അനാഥത്വത്തെ അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവർ ഇവിടെ വീണ് കിടക്കുകയാണ്. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴോ വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം വന്നതുപോലെ അവർ ചിരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ടാകാം അല്ലേ? അല്ലെങ്കിൽ തൻ്റെ മകൻ അന്ന് ചോദിച്ച ആ വാക്കുകൾ അവരെ ഇപ്പോൾ, ആ ഓർമ്മകൾ അവരെ ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നു അല്ലേ? ആ വാക്കുകൾ കേട്ടുകൊണ്ട് മരണത്തിന് കീഴടങ്ങാനാകാം. എന്തായാലും അവർ അവസാനമായിട്ട് ആ വാക്കുകൾ ഇങ്ങനെ കേട്ടെടുക്കുന്നു. അപ്പം നോക്കണേ, ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു. സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകുന്നു. നോക്കണേ, ഈ അമ്മ ഒരു പക്ഷേ ഇതൊന്നും, ഈ കാറ് മുട്ടിയില്ലായിരുന്നെങ്കിൽ പാൽക്കാരൻ അവരുടെ ജീവിതത്തിലേക്ക് വരികയില്ലായിരുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അല്ലേ? ഇല്ലെങ്കിൽ ആ ഡ്രൈവർ വരികയില്ലായിരുന്നു. അതും പോരാഞ്ഞിട്ട് ആ ഡോക്ടർ, ഇത്രയും സ്നേഹവാനായ ഡോക്ടറും ഇവരുടെ ജീവിതത്തിലേക്ക് വരികയില്ലായിരുന്നു. ഈ 3 പേരുടെയും പെരുമാറ്റം അവർ തൊട്ട ഇല്ലേ, അവരുടെ വിരലുകൾ ഇവരുടെ ഹൃദയത്തിലേക്കാണ് തൊട്ടത്. പഴയകാല ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവന്നു. ആ സ്നേഹം, അവരുടെ സ്നേഹം ആവോളം അനുഭവിച്ച് പരിഗണിക്കപ്പെട്ടു. ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആ പരിഗണന കിട്ടുമ്പോൾ ജീവിതം മനോഹരമായി അല്ലേ? ആ ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് എത്രയോ കാലങ്ങൾക്ക് ശേഷം വിടർത്തുന്നു. അതാണ് അമ്മ എന്ന കഥ. അപ്പോൾ ഇത്രയും മനോഹരമായൊരു കവിതയിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ ആ തെരുവിൽ പൊളിഞ്ഞ പാവയെപ്പോലെ ഇങ്ങനെ കൊഴിഞ്ഞു കിടന്നു. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നരയില്ലല്ലോ. വൃദ്ധയ്ക്ക് പെട്ടെന്ന് ചിരിക്കുവാൻ തോന്നി. കാരണം കിട്ടാത്ത ഒരാനന്ദം. എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കണ്ടെത്തണം. ഇവയുടെയൊക്കെ ആശയങ്ങൾ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു കഥയോ ഈ കഥ നിങ്ങൾക്ക് ഒരു തിരക്കഥയാക്കി മാറ്റാം, ചെറിയൊരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാം, അല്ലെങ്കിൽ നാടകമാക്കി മാറ്റാം. ഇങ്ങനെയുള്ള ഓരോന്ന് പഠിക്കുമ്പോഴും, ഓരോ കഥ പഠിക്കുമ്പോഴും, കവിത പഠിക്കുമ്പോഴും അതിനെ മറ്റൊരു രൂപത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഇതിലെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല മക്കളായി അമ്മമാരെ സ്നേഹിക്കുന്നവരാക്കി വളർന്നു വരാൻ ഓരോരുത്തരും തയ്യാറാകണം. അപ്പോൾ വാർദ്ധക്യത്തിൽ തനിച്ചായിപ്പോയ വൃദ്ധയുടെ കഥയാണ് അമ്മ. ഒരിക്കൽ സ്നേഹിക്കപ്പെട്ടവളുമാണ് അമ്മ, പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടവളും. ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഇനിയുമുണ്ട് അല്ലേ? എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ തനിയെ താമസിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം അല്ലേ? എന്നാലും അവരുടെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഒരിക്കൽ ഈ കഥ എഴുതാൻ വൃദ്ധസദനങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെയൊരു കഥ എഴുതാൻ എന്താണ് കാരണമെന്ന് മാധവിക്കുട്ടിയോട്, നമ്മുടെ കഥാകാരിയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. താൻ താമസിച്ചിരുന്ന കൽക്കട്ടയിൽ താമസിച്ചിരുന്നപ്പോൾ അതിന് സമീപം ഇങ്ങനെ ഒരു വൃദ്ധ ഉണ്ടായിരുന്നു. അവരുടെ കഥയിൽ നിന്നാണ്, അവരുടെ ആ ഒരു ജീവിതത്തിൽ നിന്നും ചില മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് താൻ ഈ കഥ രചിച്ചതെന്ന്. അപ്പോൾ ഈ കഥ നന്നായി കേൾക്കണം. ഞാൻ വായിച്ചിട്ടതും കേൾക്കണം. നന്നായി പഠിച്ച് ഇതിനൊക്കെ ഉത്തരം എഴുതാൻ പ്രാപ്തരായിരിക്കണം. ശരി, നന്ദി.